ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ഞാൻ കടലക്കറിയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ കടല തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ തക്കാളിയും സവാളയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ കുക്കറൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാം. ഞാനിവിടെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിന് ഞാനിവിടെ പൊടി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇതാ പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ കടല ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10-12 കടല എടുത്തിട്ട് സെപ്പറേറ്റ് എടുക്കേണ്ട, അതിൽ ഒഴിച്ചിട്ടൊന്ന് ഒടിച്ച് കൊടുത്താൽ മതി. അതൊന്ന് പെട്ടെന്ന് തന്നെ വറവിട്ടെടുക്കും വേണം. ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പൊടിയൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന്. തേങ്ങ ചിരകിയത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തണുപ്പ് പോയിട്ടുണ്ട്. ഇതിന് പോവാനാകുമ്പോഴേക്കും വേഗം പുട്ടും കറിയൊക്കെ ആവണം. അപ്പോൾ ഞാൻ വേഗം പുട്ട് ചുടാൻ നിൽക്കുകയാണ്. അവൾക്ക് പുട്ട് നല്ല ഇഷ്ടമാണ്. പുട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചായിട്ടുള്ള വെള്ളം ഞാൻ 2 ജഗ്ഗിലേക്കും ഒഴിച്ച് വെക്കുകയാണ്. ഞാൻ തലേന്ന് വെള്ളം തിളപ്പിച്ച് വെക്കും. എന്നിട്ട് പിറ്റേന്നാണ് ആ വെള്ളം എടുക്കൽ. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ് കൊടുക്കൽ. ഞാൻ അവർക്ക് ഇത് ബോട്ടിലാക്കി വെച്ച് കൊടുക്കുകയാണ്. ഈ സമയം പുട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒരു പണി എടുക്കുമ്പോൾ തന്നെ ഒരുപാട് പണികൾ നമുക്ക് എടുക്കാൻ പറ്റൂലേ. അല്ലാതെ ഒരു പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പണി മാത്രമല്ല നമ്മൾ എടുക്കുന്നത്. പുട്ട് ഞാൻ പാത്രത്തിലേക്ക് കുത്തിയിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ പുട്ട് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ജുന ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഞാൻ 1 പീസ് പുട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പം വലിയ പീസ് വേണ്ട, ചെറിയ പീസ് മതി. അപ്പം ചെറിയ പീസ് വെച്ച് കൊടുക്കുകയാണ്. ഇതാ നമ്മളെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഓരോ സമയത്തും ഓരോ സ്വഭാവമാണ് കേട്ടോ. അപ്പം കടല വേണ്ട, കറി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആണ് പറയുകയാണേ. അപ്പോൾ അവൾ ഓരോന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കുകയാണ്. അപ്പം ഓരോ കാര്യങ്ങളിങ്ങനെ പറയണം. അത് വേണം സ്കൂളിൽ പോകുമ്പോൾ, അത് വേണം സ്കൂളിൽ പോകുമ്പോൾ നിൽക്കാനോട് ഇങ്ങനെ പറയണേ. അപ്പം അവൾ അതന്നെ ബാക്കിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്.
രാവിലെയാണ് ഞാൻ കുടിക്കാൻ വെള്ളം വെക്കൽ. അപ്പോൾ അതാ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ പാടല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞങ്ങൾ സ്ഥിരം കുടിക്കാറ്. അപ്പം പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ബാക്കി വന്നിട്ടുള്ള തേങ്ങ ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ മോട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു. മോട്ടർ ഇട്ടിട്ട് വെള്ളമൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇത് ടാങ്കിയായിട്ട് ബന്ധമില്ല, പൈപ്പിലൂടെ നേരിട്ട് കിണറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ ഞാൻ പാത്രത്തിലേക്കൊക്കെ ഒഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുട്ട് ചുട്ടിട്ടും വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടും വെള്ളത്തിൻ്റെതും പുട്ടിൻ്റെ പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം തുടച്ചെടുക്കുകയാണ്. ഈ സമയം തന്നെ ചുനക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ പോണത് വരെ സിറ്റ് ഔട്ടിൽ ഇവിടെ ഇങ്ങനെ നിൽക്കണം. എന്ത് പണിയായാലും എന്ത് തിരക്കായാലും അവൾ പോയിട്ടാണ് പിന്നെ ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണവർക്ക് സ്കൂൾക്ക് കൊടുത്തയക്കുകയും ചെയ്യാം. ഇവർക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് ഈ ഒരു അച്ചാർ. വെളുത്തുള്ളിയും കാരക്കയും പുളിയും വറ്റൽമുളകും ഒക്കെ കൂടി ഇട്ടിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ള അച്ചാറാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. നന്നായിട്ട് തന്നെ വയന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഉപ്പും വിനാഗിരിയും ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മീനൊക്കെ മസാല തേച്ച് വെക്കുന്നത്. അങ്ങനെ ആവശ്യത്തിനുള്ള മീനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പേരിയായിട്ട് കാബേജാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ ചെമ്മീനാണ് കറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2-3 അല്ലി ചെറിയ ഉള്ളിയാണ്. പിന്നെ അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വലിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ അരപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. നന്നായിട്ട് തിളച്ച് തന്നെ വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒന്ന് വറവിട്ടെടുക്കുക. കറിയിലേക്ക് ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ എങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുക. ഈ ഒരു സമയം ഞാൻ നിസ്കാരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
അപ്പം മീനൊക്കെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഞങ്ങൾ പോയി ചോറ് തിന്നിട്ടെ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.